ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൂക്ക് 200 BS6 കംപ്ലീറ്റ് ഒരു സർവീസാണ്. ഇതിൽ വരുന്നത് ഓയിൽ ചേഞ്ച്, ബ്രേക്ക് ഓയിൽ, ബ്രേക്ക് പാഡ്, അങ്ങനെ കംപ്ലീറ്റ് ഇലക്ട്രിക്കലായിട്ട് ചെക്ക് ചെയ്യുക, കംപ്ലീറ്റ് കൂളൻ്റ് കാര്യങ്ങൾ, ഒരു ഫുൾ സർവീസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ഒന്ന് ഹീറ്റാക്കണം. അതായത് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് എൻജിൻ ഓയിലൊക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ശേഷം മാത്രമേ എൻജിൻ ഓയിൽ ചോർത്താൻ പാടുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ മൊത്തമായിട്ട് നമുക്ക് ഡ്രെയിൻ ആക്കാൻ പറ്റും. അടുത്തായിട്ട് ചെയ്യാനുള്ളത് എൻജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതേപോലത്തെ ഒരു 18-19 ഒരു ബോൾട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ ഡ്രെയിൻ നെറ്റ് വരുന്നത്. അപ്പോൾ 18-19 റിങ്ങോ അല്ലെങ്കിൽ ബോക്സോ യൂസ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ ആ ഫിൽറ്റർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ അങ്ങനെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഒരു ഓറിങ് വരുന്നുണ്ട് ഈ പ്രൈമറി ഫിൽറ്ററിൻ്റെ മുകളിൽ, അതിന് ഡാമേജ് ഉണ്ടോ കംപ്ലീറ്റ് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ചെക്ക് ചെയ്യണം. അടുത്തായിട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻജിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേപോലത്തെ ഒരു ക്ലച്ച് കവറിൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു കവർ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഓയിൽ ഫിൽറ്റർ ഉള്ളത്. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് 2 ബോൾട്ട് ഉണ്ടാവും. അത് അയക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 8 T യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബോക്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റിങ് യൂസ് ചെയ്യുക. ഏറ്റവും ബെറ്റർ 8 T യൂസ് ചെയ്യുകയാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പ് ആവലും കാര്യങ്ങളും ഉണ്ടാവില്ല. റിങ് ആകുമ്പോൾ സ്ലിപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഓയിൽ ഫിൽറ്റർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മൈനസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ പോരും. എന്നിട്ട് ഓയിൽ ഫിൽറ്റർ നോക്കിയിട്ട് അത് ഒഴിവാക്കാതെ നോക്കണം. അത് ചേഞ്ച് ചെയ്യാതെ ആദ്യം ഇൻസ്പെക്ട് ചെയ്യണം. അതിന് എന്തെങ്കിലും കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പേപ്പറാണ് വരുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു വണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലയിൻസ് ഉണ്ടാവില്ല. ചില വണ്ടീൻ്റെ കൂളൻ്റ് മിക്സിങ് അങ്ങനെ വാട്ടർ ഡാമേജ് ഒക്കെ ഉള്ള വണ്ടീൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ ഫിൽറ്റർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മോട്യൂളുടെ 20W50 ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 1400 രൂപേൻ്റെ താഴെയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ഫിൽറ്റർ, ഇത് NS200 അതേപോലെ ഡൊമിനാർ 200 എല്ലാം സെയിമാണ്. അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഓയിൽ ഫിൽറ്റർ തിരിച്ച് റീഫിറ്റ് ചെയ്യണം. അപ്പോൾ പുതിയതാണ് റീഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇത് എങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അടിഭാഗം ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഓയിലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് പക്കയായിട്ട് വർക്ക് ചെയ്യും. അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പ് നേരത്തെ ഊരിയുന്നല്ലോ. അപ്പോൾ ക്യാപ്പ് കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യുക. ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ്ങിന് ഡാമേജോ ക്രാക്കോ അങ്ങനെ ഒന്നും വരാത്ത രീതിയിൽ ജസ്റ്റ് വെച്ചിട്ട് ഒന്നൊന്ന് ഷെയ്ക്കാക്കിയിട്ട് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഊരിയിട്ടുള്ള 2 ബോൾട്ടും പ്രോപ്പർ ടോർക്കിൽ, അതായത് ഓവർ ടൈറ്റ് ആക്കാത്ത ലെവലിൽ ആക്കുക. അടുത്തായിട്ട് നേരത്തെ ഊരിയിട്ടുണ്ടായിരുന്ന ആ ഡ്രെയിൻ ബോൾട്ടിൻ്റെ ഫിൽറ്റർ അത് നേരെ ക്ലീൻ ആക്കിയിട്ട് ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ഓവർ ടൈറ്റ് ആക്കാതെ ശ്രദ്ധിക്കുക. കാരണം ഇതൊരു ഫൈബർ ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ക്രാക്ക് ആവാൻ സാധ്യത. അപ്പോൾ നോർമലി ഒരു ഹാൻഡ് ടൈറ്റ് മാത്രം പിടിക്കുക, ഓവർ ടൈറ്റ് ആക്കാതിരിക്കുക. അടുത്തായിട്ട് ചെയ്യാനുള്ളത് ക്ലച്ച് കവറിൻ്റെ മുകളിൽ ഒരു ഡ്രെയിൻ ബോൾട്ട് ഉണ്ടാവും. അതിലൂടെയാണ് നമ്മൾ എൻജിൻ ഓയിൽ വണ്ടിക്ക് വയ്ക്കുന്നത്. അപ്പോൾ അത് ഊരിയെടുക്കുക. അത് ഫൈബറാണ്. നോർമലി ഹാൻഡ് ടൈറ്റ് മതി, അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഫണൽ യൂസ് ചെയ്തിട്ട് എൻജിൻ ഓയിൽ റീഫില്ല് ചെയ്ത് കൊടുക്കുക. റീഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ബോട്ടിൽ വരുന്നത് 1.5 ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് വേണ്ടത് 1.25 ആണ്. അപ്പോൾ അത് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് കറക്റ്റ് ഇതിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ദെൻ അത് പഴയ പോലെ റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. റീഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അത് ഒരു ഹാൻഡ് ടൈറ്റ് മതി. കാരണം അത് ഫൈബർ ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഓവർ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. ദെൻ എൻജിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ചെയ്യുന്നത് എയർ ഫിൽറ്റർ ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ എയർ ഫിൽറ്റർ വരുന്നത് ബാക്കത്തെ സീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ 2 സീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ 6 അല്ലങ്കി ഉണ്ടാവും. 4 mm അല്ലങ്കിയാണ് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് റിമൂവ് ആക്കുക. റിമൂവ് ആക്കിയിട്ട് ആ ടോപ്പ് ഊരി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ കാണാം. എയർ ഫിൽറ്ററിൻ്റെ ടോപ്പ് ഊരിന് ശേഷം എയർ ഫിൽറ്ററിൻ്റെ 2 സൈഡിൽ 2 ലോക്ക് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ഈ പുറത്തേക്ക് വരും. ഇപ്പോൾ നമ്മൾ കാണുന്നത് വണ്ടിയും ഉണ്ടായിരുന്ന എയർ ഫിൽറ്ററാണ്. ദെൻ നമ്മൾ ചെക്ക് ചെയ്യണത് പുതിയ എയർ ഫിൽറ്ററാണ്. അപ്പോൾ കണ്ടോ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്, ഇത്രയും ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയ എയർ ഫിൽറ്റർ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ആ കവർ ഇടുക. അതിൻ്റെ മുകളിലത്തെ കവർ ഇട്ടിട്ട്
6 ബോൾട്ടും പ്രോപ്പറായിട്ട് ടൈറ്റ് ആക്കുക. അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബോൾട്ടുകൾ വരുന്നുണ്ട്. 12ൻ്റെ ബോൾട്ടാണ് വരുന്നത്, 2 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിങ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബോക്സ് യൂസ് ചെയ്യുക. ഞാനിവിടെ റിങ് യൂസ് ചെയ്യുന്നുണ്ട്, ബോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. റിങ്ങായിട്ട് ലൂസ് ആക്കിയിട്ട് ബോക്സ് ആയിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാനാണ്, അതൊന്നും കൂടി ഈസിയാണ്. കാലിബർ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ അവിടെ ഒരു ഫ്ലവർ ബോൾട്ട് വരും, അതും റിമൂവ് ചെയ്തെടുക്കുക. ഇതാണിപ്പോൾ പിസ്റ്റൻ്റെ അവസ്ഥ. കണ്ടില്ല, പിസ്റ്റൺ പകുതി ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, കാരണം ബ്രേക്ക് പാഡ് ഫുള്ള് കഴിഞ്ഞുകൊണ്ട്. ഇതാണ് അതിൻ്റെ ബ്രേക്ക് പാഡ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ഡാമേജ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് തേഞ്ഞ് പോയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മെറ്റൽ പീസ് വരെ ഒരുതിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പുതിയ ബ്രേക്ക് പാഡും പഴയ ബ്രേക്ക് പാഡും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ അത്രയും തേഞ്ഞിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡ് മാറ്റുമ്പോൾ ഇത്ര ലോങ് ആവാതെ കുറച്ചും കൂടി ഉണ്ടാകുമ്പോൾ മാറ്റുവാൻ ബെറ്റർ. അതാകുമ്പോൾ പിസ്റ്റണും കംപ്ലൈൻറ്റ് വരില്ല, അതിൻ്റെ കാലിബറും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. പുതിയ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാലിബർ ഫുള്ള് ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ W40 അല്ലെങ്കിൽ ബ്രേക്ക് ഓയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിസ്റ്റണിൻ്റെ സൈഡിലും ആ ഡിസ്ക് പാഡ് ഇരിക്കുന്ന സൈഡിലും കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം. അടുത്തായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഓയിലാണ്. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലത്തെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ മുകളിൽ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഉണ്ടാവും, അത് അയച്ചെടുക്കുക. അത് അയച്ചെടുത്തതിന് ശേഷം .4 ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് ഓയിൽ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് കൂളൻ്റ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ കൂളൻറ്റിൻ്റെ ആ ലെവൽ വരുന്നത് മിനിമത്തിനും മാക്സിമത്തിനും ഇടയിലാവാൻ നോക്കുക. ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ബാക്കത്തെ ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പെക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ 8ൻ്റെ ഒരു ബോൾട്ട് ഉണ്ടാവും, അത് ഊരിയിട്ട് ഈ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ ബ്രേക്ക് ഓയിൽ നോക്കാൻ പറ്റും. ഇതിപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഓയിൽ പക്ക കണ്ടീഷനായിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് ചെക്ക് ചെയ്യണത് ബാറ്ററീൻ്റെ ചാർജിങ്, അതേപോലെ ബാറ്ററീൻ്റെ കണ്ടീഷന് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ബാറ്ററി ചാർജിങ് ഓക്കെയാണ്, വിത്തൗട്ട് സ്റ്റാർട്ടിങ്ങിലും വിത്ത് സ്റ്റാർട്ടിങ്ങിലും വോൾട്ടേജും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഹെൽത്തും ഓക്കെയാണ്, കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഡ്യൂക്ക് 200 BX6ൻ്റെ കംപ്ലീറ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ട്.